കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷിന്റെ വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആ വീട്ടിലിങ്ങനെ തകൃതിയായി നടക്കുകയായിരുന്നു. നാളുകളായി ആ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ദോഷങ്ങളും കഷ്ടപ്പാടുകളും മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. കുടുംബക്ഷേത്രത്തിൽ വെച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയാൽ മാത്രമേ വരാനിരിക്കുന്ന വിവാഹം തടസ്സമില്ലാതെ നടക്കൂ എന്ന് ജ്യോത്സ്യൻ വിധി എഴുതിയിരുന്നു. അതിനായി സുഭാഷും അനുജന്മാരായ സുധീഷും നിധിയും ഹരീഷും നികേഷും ഒപ്പം ഭാസ്കരനും എല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോവാൻ തയ്യാറാവുകയാണ്. 3-4 ദിവസത്തെ യാത്രയാണ്. അതുവരെ അവരുടെ വീടായ കിളിക്കൂട് പൂർണ്ണമായും വിജനമായി കിടക്കും. യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഹരീഷ് തന്റെ മുറിയിൽ കയറി വാതിലടച്ച് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അപ്പുറത്ത് അവന്റെ ജീവനായ നീതു ഉണ്ടായിരുന്നു. തങ്ങൾ ഏതാനും ദിവസത്തേക്ക് നാട്ടിലുണ്ടാകില്ല എന്ന വിവരവും ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന കാര്യവും ഹരീഷ് അവളോട് പങ്കുവച്ചു. എന്നാൽ ഈ സംഭാഷണം പുറത്തുനിന്ന് മറ്റൊരാൾ ഒളിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. നീതുവിന്റെ സഹോദരൻ അഖിൽ. ഹരീഷ് കുടുംബവും അടുത്ത 3-4 ദിവസത്തേക്ക് നാട്ടിലുണ്ടാവില്ല എന്നും കിളിക്കൂട്ടിൽ ആരും ഉണ്ടാകില്ല എന്നുള്ള വിവരമെല്ലാം തന്നെ അഖിലിന്റെ ഉള്ളിൽ ഒരു കുടില ബുദ്ധി ഉണർത്തി. ഹരീഷും വീട്ടുകാരും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നതിന് മുൻപ് തന്നെ നീതുവിന്റെ വിവാഹം മറ്റൊരാളുമായി നടത്തണമെന്നായിരുന്നു അഖിലിന്റെ ആ ഒരു അടിയന്തര തീരുമാനം. ഹരീഷിനോടുള്ള കടുത്ത പകയും തന്റെ പെങ്ങൾ ഒരു സാധാരണക്കാരന്റെ കൈ പിടിച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല എന്ന വാശിയും അഖിലിനെ ആ ഒരു ചതിക്കുഴി തോണ്ടാൻ പ്രേരിപ്പിച്ചു. അവൻ ഒട്ടും സമയം കളയാതെ വീട്ടിലെത്തി അച്ഛൻ ചന്ദ്രനെയും അമ്മയും തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ച് കാര്യം അവതരിപ്പിച്ചു. അമ്മേ, അച്ഛ, ഒട്ടും സമയം കളയാനില്ല. ആ ഹരീഷും കുടുംബവും അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. അടുത്ത 3-4 ദിവസത്തേക്ക് അവർ ഈ പരിസരത്ത് പോലും ഉണ്ടാവില്ല. ഇതാണ് നീതുവിന്റെ കല്യാണം നടത്താൻ പറ്റിയ ഏറ്റവും നല്ല സമയം. അഖിലിന്റെ വാക്കുകളിൽ തിടുക്കവും ഗൂഢാലോചനയും നിറഞ്ഞു നിന്നു. ചന്ദ്രൻ മകനെ സംശയത്തോടെ നോക്കി. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പെണ്ണു കാണലും ജാതകം നോക്കലൊക്കെ? അതൊന്നും ഇപ്പൊ സമയമില്ലാച്ചാ. അഖിൽ ചന്ദ്രന്റെ വാക്കിനെ മുറിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ഒരു സുഹൃത്തുണ്ട് പ്രേം. അവന് നീതുവിനെ പണ്ടേ ഇഷ്ടമാണ്. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയും അവനറിയാം. വലിയ സ്ത്രീധനമൊന്നും അവന് വേണ്ട. ചോദിക്കുന്നത് ഒറ്റ കാര്യമാണ്, ഒരു ബൈക്ക്. അത്രമാത്രം കൊടുത്താൽ മതി. അവന് നീതുവിനെ താലി കെട്ടിക്കോളും. മകളുടെ ജീവിതം ഒരു റൗഡിയുടെ കൂടെയാക്കണമോ എന്ന് ഭയന്നിരുന്ന അമ്മക്ക് അഖിലിന്റെ വാക്കുകൾ വലിയൊരു ആശ്വാസമായി തോന്നി. എങ്കിലും ചന്ദ്രൻ തന്റെ ദാരിദ്ര്യമോർത്ത് വിഷമിച്ചു. പെട്ടെന്നൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എവിടെ നാടാ പണം? കടം തരാൻ പോലും ഈ അവസ്ഥയിൽ ആരുമില്ലല്ലോ. ചന്ദ്രൻ തന്റെ ഏക സമ്പാദ്യമായ ഓട്ടോറിക്ഷയെക്കുറിച്ച് ഓർത്തു. തൽക്കാലം എന്റെ ഓട്ടോ പണയം വെച്ചിട്ടാണെങ്കിലും ആ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാം. എന്റെ മകൾ ഹരീഷിന്റെ കൂടെ പോയി ജീവിതം നശിപ്പിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. എന്തു വന്നാലും ഞാൻ അവളെ ഹരീഷിന് കെട്ടിച്ചു കൊടുക്കില്ല. ചന്ദ്രന്റെ വാക്കുകളിൽ ഒരച്ഛന്റെ ആകുലതയും ദൃഢനിശ്ചയവും കലർന്നിരുന്നു. അഖിൽ തന്ത്രപൂർവ്വം ചിരിച്ചുകൊണ്ട് തുടർന്നു. ആ ഹരീഷ് ഇവിടെയുണ്ടെങ്കിൽ അവൾ അവനെ വിളിച്ച് കാര്യം പറയും. പിന്നെ അവന് ചേട്ടന്മാരും അനിയന്മാരൊക്കെ കൂടി ഇവിടെ വന്ന് വലിയ സീനുണ്ടാക്കും. അവർ തിരിച്ചു വരുമ്പോഴേക്കും നീതുവിന്റെ കഴുത്തിൽ പ്രേമിന്റെ താലി വീണിരിക്കണം. സംസാരിച്ചു നിൽക്കാൻ നമുക്കിനി അധികം സമയമൊന്നുമില്ല. എന്റെ കൂട്ടുകാരൻ പ്രേം അവന്റെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും കൂട്ടിയിട്ട് നേരെ അമ്പലത്തിലേക്ക് വരും. അവളെയും കൂട്ടി നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി. അമ്മയ്ക്ക് ഇപ്പോഴും ഭയമുണ്ടായിരുന്നു. നീതുവിന്റെ വാശിയും ഹരീഷിനോടുള്ള പ്രണയം എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എടാ അഖിലെ, അവൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക എന്നൊന്നും പറയാൻ കഴിയില്ല. അവൾക്ക് അത്രക്ക് വാശിയിലാണ്. അഖിൽ ദേഷ്യത്തോടെ അമ്മയെ നോക്കി. എന്താ അമ്മയെ അമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? നമ്മളിപ്പോ ഇത് നടത്തിയില്ല എങ്കിൽ ഒരു ദിവസം അവൾ ഹരീഷിന്റെ കൂടെ ഇറങ്ങിപ്പോവും. അവനെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറി വരും. അപ്പോ ആ റൗഡി കുടുംബം നമ്മുടെ ബന്ധുക്കളാവും. അത് ഓർക്കാൻ കൂടെ പറ്റുന്നുണ്ടോ? അയ്യോ, അതെനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യടാ, അമ്മ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഇപ്പൊ അവളോടൊന്നും പറയണ്ട, അഖിൽ ഓർമ്മിപ്പിച്ചു. അമ്പലത്തിൽ വഴിപാട് നടത്താൻ പോവാണെന്ന് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് കള്ളം പറഞ്ഞ അവൾ വരും. പക്ഷേ അവിടെ വന്ന് കാര്യം അറിയുമ്പോൾ അവൾ ഉറഞ്ഞു തുള്ളില്ലേടാ. അപ്പോ നമ്മൾ എന്തു ചെയ്യും? അമ്മ ചോദിച്ചു. അഖിലിന്റെ മുഖം ക്രൂരമായി മാറി. അവിടെ വന്നവൾ ബഹളം വെച്ചാൽ തല്ലി ചതച്ച് അവിടെ ഇരുത്തിയിട്ട് ഞാൻ അവളുടെ കല്യാണം നടത്തും. കയ്യോടെ അപ്പം തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. പിന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവളെ പോലെ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുള്ളതാ. നിങ്ങൾ അവളെ എങ്ങനെയെങ്കിലും അമ്പലത്തിലേക്ക് എത്തിക്കുക മാത്രം ചെയ്യേ. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാണ്. അത്രയും പറഞ്ഞ് അഖിൽ വേദത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. തന്റെ മുറിയിൽ ജനലിലരികിൽ വന്ന് നിൽക്കുകയായിരുന്നു നീതു. അവളുടെ മനസ്സിൽ ഹരീഷിന്റെ മുഖം മാത്രമായിരുന്നു. ഫോൺ കയ്യിലെടുത്ത് അവൾ വീണ്ടും ഹരീഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു. മറുതലക്കൽ ഹരീഷിന്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ മുഖത്ത് വസന്തം വിരിഞ്ഞു. ഹരീഷേ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാ. നീതുവിന്റെ ശബ്ദത്തിൽ പ്രണയവും നേർത്തൊരു സങ്കടവും ഉണ്ടായിരുന്നു. നീ കട പൂട്ടിപ്പോയതിൽ പിന്നെ എന്നും ആ കടയുടെ അരികിലൂടെ പോകുമ്പോൾ പൂട്ടിക്കിടക്കുന്ന ആ ഒരു ഷട്ടർ കണ്ട് ഞാൻ വിഷമിക്കും. എന്റെ മനസ്സ് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് വരണേ. ഹരീഷ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഞാൻ വരാ നീതു. ഞാനും ഇവിടെ ഇരുന്ന് നിന്നെക്കുറിച്ച് തന്നെയാ ഓർക്കുന്നത്. നീയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും. ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ, നല്ല തണുപ്പും കാറ്റും. മനസ്സിന് വല്ലാത്തൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്.
ഹരീഷിന്റെ വിവരണം കേട്ടപ്പോൾ നീതുവിന്റെ ഉള്ളിലേക്ക് ഒരു കുസൃതി തോന്നി. അവൾ പതുങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചു, എടാ, അങ്ങനെയുള്ള ഒരു നല്ല സ്ഥലത്ത് വെച്ച് നീ എന്നെ കിസ് ചെയ്യുമാടാ? അത് കേട്ടപ്പോൾ ഹരീഷ് ഉറക്കെ അങ്ങ് ചിരിച്ചു. ഇതൊക്കെയാണോടി നീ ഇപ്പൊ ചോദിക്കുന്നത്? നീ കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് ഭംഗം വരുത്തിക്കൊണ്ട് നീതുവിന്റെ മുറിയുടെ വാതിൽ ശക്തമായൊരു മുട്ട് കേട്ടു. അമ്മയായിരുന്നു പുറത്ത്. വളരെ അക്ഷമയോടുകൂടിയാണ് അവൾ വാതിൽ തട്ടുന്നത്. ഹരീഷെ, അമ്മ വാതിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന് പോയി നോക്കട്ടെ. നീ സൂക്ഷിക്കണം കേട്ടോ, നീതു പറഞ്ഞു. ശരി നീതു, ഏതായാലും ഒരു ശ്രദ്ധ വേണം. ഞാൻ പിന്നെ വിളിക്കാം. സന്തോഷത്തോടു കൂടെ തന്നെ ഹരീഷ് ഫോണ് കട്ട് ചെയ്തു. നീതു മുഖത്തൊരു പുഞ്ചിരി വരുത്തി ഫോൺ കട്ടിലേക്ക് എറിഞ്ഞ് വാതിൽ തുറക്കാനായി ചെന്നു. പുറത്തമ്മ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു. കതക് തുറക്കടി, എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു? നിന്റെ ചെവി എന്താ കേൾക്കുന്നില്ലേ? പോയി വേഗം റെഡിയായിട്ട് വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോകണം. നീതു ഞെട്ടിച്ചുളിച്ചു. അമ്പലത്തിലേക്കോ? ഇപ്പൊ പെട്ടെന്ന് എന്താ അമ്പലത്തിലേക്ക് പോകുന്നത്? കാര്യം പറഞ്ഞാലേ ഞാൻ വരൂ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ചന്ദ്രൻ ശാന്തമായി മകളോട് പറഞ്ഞു, മോളെ നീതു, കഴിഞ്ഞ മാസം അച്ഛനൊരു ചെറിയ ആക്സിഡന്റ് പറ്റിയതല്ലേ? അന്ന് നിന്റെ അമ്മ അമ്പലത്തിലൊരു വഴിപാട് നേർന്നിരുന്നു. അന്ന് ചെയ്യാമെന്ന് കരുതി പോവാനിറങ്ങിയതാ. ആ വഴിപാട് നടത്താത്തത് കൊണ്ടാണോ എന്തോന്നറിയില്ല. കുടുംബത്തിൽ ഇപ്പോ ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങളാ. അതുകൊണ്ട് മോളും കൂടി വാ. ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ പോവാ. ഞാൻ എന്തിനാ വരുന്നത്? നിങ്ങൾ പോയിട്ട് വന്നാ പോരെ? നീതുവിനെന്തോ പന്തികേട് തോന്നി. അങ്ങനെയല്ലടി, കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പോകുന്നതാ നല്ലത്. നീ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, വേഗം പോയി ഒരു സാരി എടുത്തോണ്ട് വാ. അമ്മ ഒരു സാരി അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. സാരിയോ? ഈ വെയിലത്ത് അമ്പലത്തിൽ പോവാൻ ചുരിദാർ പോരെ അമ്മേ? നീതു ചോദിച്ചു. വേണ്ട, ചുരിദാർ വേണ്ട. നീ ഇപ്പൊ തൽക്കാലം സാരി എടുത്താൽ മതി. അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ പെൺകുട്ടികൾ സാരി എടുക്കുന്ന അതിന്റെ ഒരു ഭംഗി. നീ വേഗം പോയിട്ട് ഉടുക്കാൻ നോക്ക്, അമ്മ നിർബന്ധിച്ചു. നീതു ദേഷ്യത്തോടെയും പരിഭവത്തോടെയും സാരി വാങ്ങിച്ച് അകത്തേക്ക് പോയി. അലമാരയുടെ മുന്നിൽ നിന്ന് സാരി നിവർത്തി നോക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് വീണ്ടും ഹരീഷ് മാത്രമായിരുന്നു. ഞാൻ സാരിയൊക്കെ എടുത്ത് അമ്പലത്തിൽ പോവാൻ പോവാണ്. പക്ഷേ ഇത് കാണാൻ എന്റെ ഹരീഷ് ഇവിടെ ഇല്ലല്ലോ. അവൾ സ്വയം ഓർത്ത് നെടുവീർപ്പിട്ടു. ചന്ദ്രന്റെ ഓട്ടോയിൽ അവർ 3 പേരും കൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം അച്ഛനും അമ്മയും വലിയ ടെൻഷനിലാണ്. നീതുവിന് മനസ്സിലായി ആ കാര്യം. സാധാരണ സംസാരിക്കുന്നത് പോലെയല്ല അവർ തന്നോട് പെരുമാറുന്നത്. എന്തോ വലിയൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ അവളുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പായുന്നുണ്ടായിരുന്നു. ഇതേ സമയം ക്ഷേത്രമുറ്റത്ത് അഖിലും അവന്റെ കൂട്ടുകാരും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. പ്രേമും അവന്റെ വീട്ടുകാരും പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അഖിൽ വലിയ സന്തോഷത്തോടെ പ്രേമിന്റെ അരികിലേക്ക് ചെന്നു. പ്രേം അഖിലിനെ നോക്കി ചോദിച്ചു, എടാ അഖിലെ, നീ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞതാണ്. നീതു ഇതിന് സമ്മതിക്കുമോ? അവൾ വരുമോ? അഖിൽ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ഉറപ്പു നൽകി. അതൊക്കെ വരുമടാ. ഇന്ന് നിങ്ങളുടെ കല്യാണം എന്തായാലും നടക്കും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോഴേക്കും പ്രേമിന്റെ മറ്റൊരു സുഹൃത്ത് അങ്ങോട്ടേക്ക് വന്നു. ഡാ അഖിലെ, നീ പറഞ്ഞ ഉടനെ തന്നെ ഇവൻ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് കരുതിയിട്ട് സ്ത്രീധനം ഒന്നും തരാതെ വിടാൻ ഭാവമില്ലല്ലോ അല്ലേ? അഖിൽ ഗൗരവത്തിൽ പറഞ്ഞു. അത് നീ പറയണോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ ഞാൻ തരും. എന്റെ പെങ്ങളുടെ ജീവിതമാണിത്. പ്രേം ഉടനെ തന്നെ ഇടപെട്ടു. ഡാ, അവൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. നീ കാര്യാക്കൊന്നും വേണ്ട. ഞാൻ വേറെ ആരെയുമല്ലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിന്റെ സഹോദരി നീതുവിനെയല്ലേ? അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ അവസ്ഥയും എനിക്ക് മനസ്സിലാവും. എന്ത് വന്നാലും നീതു ആ റൗഡി ഹരീഷിന്റെ വീട്ടിലേക്ക് മരുമകളായി പോവാനൊന്നും പാടില്ല. അതെനിക്കും നിർബന്ധമുണ്ട്. അഖിലിന്റെ കണ്ണുകളിൽ പക നിറഞ്ഞു. അതേടാ, അമ്മാവൻ എന്നെ വെല്ലുവിളിക്കുമായിരുന്നു. ഇന്നത്തോടു കൂടി ഹരീഷിന്റെയും നീതുവിന്റെയും പ്രേമത്തിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. ഈ സമയത്താണ് ചന്ദ്രന്റെ ഓട്ടോറിക്ഷ അമ്പലമുറ്റത്ത് വന്ന് നിൽക്കുന്നത്. ഓട്ടോയിൽ നിന്നിറങ്ങിയ നീതു ചുറ്റും നോക്കി. അവിടെ അഖിലും അവന്റെ സുഹൃത്തുക്കളെയും കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു സംശയം ഇരട്ടിച്ചു. അവൾ അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി ചോദിച്ചു, എന്താ രണ്ടുപേർക്കും ഇന്ന് വലിയ സ്നേഹമാണല്ലോ എന്നോട്? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കുടുംബമായി ക്ഷേത്രത്തിലേക്ക് വന്നത് എനിക്ക് ഓർമ്മയിൽ പോലുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടോ നിങ്ങൾക്ക്? അമ്മ ഭയം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എന്തുവാടി നീ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്? ക്ഷേത്രത്തിൽ വരുന്നത് എന്തിനാ? പ്രാർത്ഥിക്കാനല്ലേ? വാ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വഴിപാട് നടത്തി വേഗം പോവാം. ചന്ദ്രൻ നീതുവിന്റെ കൈപിടിച്ച് ശ്രീകോവിലിന്റെ മുന്നിലേക്ക് നടന്നു. നീതു കണ്ണുകളടച്ച് ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പി പ്രാർത്ഥിച്ചു. ഭഗവാനെ, എന്റെയും ഹരീഷിന്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണേ. ഞങ്ങളെ ആരും ചതിക്കരുതേ. അതേസമയം നീതുവിന്റെ തൊട്ടടുത്ത് നിന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ്. അമ്മ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നായിരുന്നു. ഭഗവാനെ, ഇപ്പോൾ നീതുവിന്റെയും പ്രേമിന്റെയും കല്യാണം യാതൊരുവിധ പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നടക്കണേ. അവർ ഈ ചതി തിരിച്ചറിയരുതേ. നീതു തന്റെ മനസ്സിൽ വീണ്ടും ഓർത്തു, ഇതേ ക്ഷേത്രത്തിൽ വെച്ച് ഞാനും ഹരീഷും ഭാര്യ ഭർത്താക്കന്മാരായി വന്ന് തൊഴുതു പ്രാർത്ഥിക്കാം. ഈ ആഗ്രഹം ഭഗവാൻ നടത്തി തന്ന ഞാൻ ഇവിടെയുള്ള എല്ലാ വഴിപാടുകളും കഴിച്ചോളാം. പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അഖിൽ അവരുടെ അരികിലേക്ക് വന്നു. അവനെ കണ്ടപ്പോൾ നീതുവിന്റെ ദേഷ്യം ഇരട്ടിച്ചു. അഖിലേട്ടൻ ഇവിടെ എന്ത് ചെയ്യുവാണ്? എന്താ, എന്നെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് വഴിപാട് നടത്തിയാൽ ഞാൻ ഹരീഷിനെ മറക്കുമെന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്തൊക്കെ നാടകൾ കളിച്ചാലും ഞാൻ ഒരിക്കലും ഹരീഷിനെ മറക്കാനൊന്നും പോകുന്നില്ല, നീതു ഉറപ്പിച്ചു പറഞ്ഞു. അഖിൽ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അവളെ നോക്കി. അമ്മ പെട്ടെന്ന് നീതുവിന്റെ കൈ പിടിച്ചു വലിച്ചു മുന്നോട്ട് നടന്നു. ഇങ്ങോട്ടേക്ക് വാടി. ചന്ദ്രനും അഖിലും അവർക്ക് പിന്നാലെ നീങ്ങി.
അമ്മ നീതുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹ മണ്ഡപം ഒരുക്കിയിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയി. അവിടെ പുതിയ പട്ടുമുണ്ടും ഷർട്ടും അണിഞ്ഞ് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന പ്രേമിനെ കണ്ടപ്പോൾ നീതുവിന് കാര്യം ഏകദേശം മനസ്സിലായി. അവൾ പ്രേമിനെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു, എന്താ പ്രേമേട്ട, ഇന്ന് ചേട്ടന്റെ കല്യാണാണോ? പുതിയ ഷർട്ടും മുണ്ടും ഒക്കെ ആണല്ലോ. പെണ്ണാരാ? പെണ്ണിനെ കണ്ടില്ലല്ലോ. നീതുവിന്റെ ചോദ്യം കേട്ട് അമ്മ ഭയന്നുപോയി. അവർ പതുക്കെ അഖിലിനോട് പറഞ്ഞു, എടാ അഖിലേ, ഇത് ശരിയാവോ? ഇവൾ ആ പെണ്ണ് താനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടും, എനിക്ക് പേടിയാവുന്നു. അതൊക്കെ നമുക്ക് നോക്കാം അമ്മേ. അഖിൽ ധൈര്യം സംഭരിച്ചു. അവളെ തനിച്ചങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, മനസ്സിലാക്കാൻ ശ്രമിക്കാം, അവൾ ചിലപ്പോൾ കേൾക്കും. അഖിൽ നീതുവിന്റെ അരികിലേക്ക് വന്നു. നീതു, എന്റെ കൂടെ ഒന്ന് ഇങ്ങോട്ടേക്ക് വായോ. എങ്ങോട്ടേക്കാ? നീതു സംശയത്തോട് ചോദിച്ചു. വരാനല്ലേ പറഞ്ഞത്, വാ. അഖിലും അമ്മയും ചേർന്ന് നീതുവിനെ മണ്ഡപത്തിന്റെ പിന്നിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ നീതു ചോദിച്ചു, എന്താ കാര്യം, വ്യക്തമായി പറ. അമ്മ കൈകൾ കൂപ്പി നീതുവിനോട് പറഞ്ഞു, ദേ നോക്ക് നീതു, നിനക്ക് ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. നീതു പൊട്ടിത്തെറിച്ചു. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് ഞാൻ എപ്പോഴാ അമ്മയെ പറഞ്ഞത്? എപ്പോഴും എന്നെ തല്ലുകയും മെന്റലി ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാണ്? വെറുതെ വികാരപരമായ നാടകം കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അഖിൽ ഗൗരവത്തിൽ പറഞ്ഞു, ദേ നോക്ക്, ഇവിടെ വെച്ച് ഇന്ന് പ്രേമിന്റെ വിവാഹമാണ്. പ്രേമിന്റെ കല്യാണം നടന്ന എനിക്കെന്താ? ഇതിനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അതിനാണോ സംസാരിക്കുന്നത്? ഈ കല്യാണം കാണാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ വരുമായിരുന്നില്ലേ? പെണ്ണെവിടെ? നീതു ചുറ്റും നോക്കി. അഖിൽ നീതുവിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ആ ഒരു സത്യം അങ്ങ് വിളിച്ചു പറയണേ, നീ തന്നെയാണടി ആ പെണ്ണ്. നിന്റെയും പ്രേമിന്റെയും കല്യാണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അത് കേട്ടതോടുകൂടി തന്നെ നീതു ആകെ ഭ്രാന്തമായി അങ്ങ് പൊട്ടിച്ചിരിച്ചു. അവൾക്കതൊരു തമാശയായിട്ടാണ് തോന്നിയത്. പക്ഷേ അമ്മയുടെ മുഖത്ത് ഗൗരവം കണ്ടപ്പോൾ അവളുടെ ചിരി അങ്ങ് അറ്റുപോയി. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അവൻ പറഞ്ഞത് 100% സത്യമാണ്. ഇന്ന് നിന്റെ കല്യാണാണ്, അമ്മ പറഞ്ഞു. ചന്ദന മകളുടെ മുന്നിലേക്ക് വന്ന് കൈ പിടിച്ചു. ദേ നോക്കുമോളെ, എന്ത് സംഭവിച്ചാലും ആ ഹരീഷിനെ നിന്നെ കെട്ടിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആ കുടുംബവുമായി നമുക്കൊരു ബന്ധവും വേണ്ട. അത് നമ്മുടെ കുടുംബത്തിന്റെ മാനവും അഭിമാനവും ഇല്ലാതാക്കും. പിന്നെ നമുക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പോലും പറ്റില്ല. ആരും നമുക്ക് ഒരു വിലയും തരില്ല. നിന്റെ ചേട്ടന്റെ ജീവിതം കൂടി അതോടുകൂടി ഇല്ലാതാവും. നീതു അഖിലിനെ നോക്കിയിട്ട് പരിഹസിച്ചു. ഇവന്റെ ജീവിതം എങ്ങനെയായാലും എനിക്കെന്താ? ഇവൻ നശിച്ചു പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല. നീതുവിന്റെ വാക്കുകൾ കേട്ട് നിയന്ത്രണം വിട്ട അഖിൽ അവളെ തല്ലാനായിട്ട് കൈയോങ്ങി. എന്നാൽ ചന്ദന മകളെ തടഞ്ഞു. വേണ്ടടാകിലെ, അമ്പലമാണിത്. അമ്മ വീണ്ടും നീതുവിനോട് ആവശ്യപ്പെട്ടു. ദേ നോക്ക് നീതു, ഇന്ന് നിന്റെയും പ്രേമിന്റെയും വിവാഹമാണ്. മര്യാദക്ക് വന്ന് മണ്ഡപത്തിലിരിക്ക്. നീതു ഭയമില്ലാതെ തന്നെ അവരെ നേരിട്ടു. എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താനാണോ നിങ്ങളുടെ ഭാവം? ഞാനിപ്പോൾ പോലീസിനെ ഒരൊറ്റ ഫോൺ കോൾ അങ്ങ് ചെയ്താലുണ്ടല്ലോ, അച്ഛനും അമ്മയും മകനും എല്ലാം അങ്ങ് ജയിലിൽ കിടക്കും. സ്വന്തം അച്ഛനെയും അമ്മയും ജയിലിൽ കയറ്റി എന്നുള്ള ആ ഒരു പാപം എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എന്നെക്കൊണ്ട് നിങ്ങളത് ചെയ്യിപ്പിക്കരുത്. ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. അവൾ ബാഗിൽ നിന്നും ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഖിലും ചന്ദ്രനും കൂടിയിട്ട് അവളെ തടഞ്ഞു. അഖിൽ ബലമായി അവളുടെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിച്ചു. അമ്മ കരഞ്ഞുകൊണ്ട് നീതുവിന്റെ മുന്നിലിരുന്നു. നീതു, നിന്റെ കാല് ഞാൻ പിടിക്കാം മോളെ. ഞാൻ ഈ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. കാലും പിടിക്കണ്ട, കയ്യും പിടിക്കണ്ട. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇങ്ങനെ ചതിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം നടത്താൻ നോക്കുന്ന നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? നീതു ദേഷ്യത്തോട് ചോദിച്ചു. ചന്ദ്രൻ കൈ കൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. നീതു, ഞാൻ നിന്നോട് ഇരക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ ഓർത്തിട്ടെങ്കിലും നീ ഇതിന് സമ്മതിക്കണം. ഓ, വലിയ അഭിമാനം, നീതു പരിഹസിച്ചു. നമ്മളൊരു പുതിയ കാറ് വാങ്ങിയാൽ പോലും അടുത്ത വീട്ടിൽ താമസിക്കുന്നവൻ നമ്മളോട് മിണ്ടില്ല. അത്ര കസൂയുള്ള നാട്ടുകാരാണ് ഇവിടെയുള്ളത്. ആ നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹരീഷിനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. ഞാൻ പോവുകയാണ്. നീതു തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രൻ അവസാനത്തെ അടവങ്ങ് പുറത്തെടുത്തു. ദേ നോക്കുമോളെ, ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛനെയും അമ്മയും പിന്നെ നീ ജീവനോടെ കാണില്ല. നീതുവിന്റെ ഉള്ളിലെ ദേഷ്യം പരിധികൾ ലംഘിച്ചിരുന്നു. അവൾ ക്രൂരമായി മറുപടി പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ട, ചത്തുപോയിക്കോ. മകളുടെ വായിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതും അമ്മ ഞെട്ടിപ്പോയി. കേട്ടില്ലേ അവൾ പറയുന്നത്? കേട്ടില്ലേ? ക്ഷേത്രത്തിൽ വെച്ചാണ് അവൾ സ്വന്തം അച്ഛനോടും അമ്മയോടൊക്കെ ചാകാൻ പറയുന്നത്. ക്ഷേത്രത്തിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ അമ്മേ? നീതു തിരിച്ചടിച്ചു. ചാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ വിരട്ടുന്നത് തെറ്റല്ലേ? നിങ്ങൾ എന്ത് നാടകം കളിച്ചാലും എനിക്ക് പ്രേമിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതെന്റെ ജീവിതമാണ്. അത്ര ഈസി ആയിട്ടൊന്നും എനിക്കങ്ങനെ വിട്ടുതരാനൊന്നും പറ്റില്ല. അഖിൽ മുന്നോട്ട് വന്ന് നീതുവിന്റെ കയ്യിലങ്ങ് ബലമായി പിടിച്ചു. ദേ നോക്ക്, നീ എത്ര ബഹളം വെച്ചാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും വരാൻ പോകുന്നില്ല. നിന്റെയും പ്രേമിന്റെയും വിവാഹം ഇവിടെ വെച്ച് നടത്തുകയായിരിക്കും. വാടി ഇങ്ങോട്ടേക്ക്. ആ നടത്തും. നിങ്ങൾ അത്രക്കങ്ങ് ആഗ്രഹമുണ്ടെങ്കിൽ അവനെങ്ങ് കെട്ടിക്കോ. ഞാനെന്തിനാ അവനെ കെട്ടുന്നത്? എനിക്ക് ഹരീഷ് ഉണ്ട്. നീതു കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ വീണ്ടും പറയുന്നുണ്ട്, ഇനി കല്യാണം നടന്നില്ല എങ്കിൽ ഞങ്ങൾ 3 പേരും ജീവനോടെ ഉണ്ടാവില്ല. നീ അവനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. ഈ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വിലപ്പോവില്ലമ്മേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. നീതു കടുപ്പിച്ചു പറഞ്ഞു.
അമ്മേ, ഇവളോട് മര്യാദക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങോട്ടേക്ക് വാടി, ഇവിടെ വന്ന് മണ്ഡപത്തിലിരിക്ക്. അഖിൽ നീതുവിനെ ബലമായി പിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. നീതു, വിട് വിട്, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ ബഹളം വെച്ചു. അമ്പലത്തിലുണ്ടായിരുന്ന ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മണ്ഡപത്തിൽ പ്രേമിന്റെ അരികിലേക്ക് നീതുവിനെ അഖിൽ നിർബന്ധിച്ചിരുത്തി. നീതു ദേഷ്യത്തോടെ പ്രേമിനെ നോക്കി ചോദിച്ചു, ചേട്ടാ, നിങ്ങൾക്ക് വിവരമില്ലേ? ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് കേട്ട് താലി കെട്ടാൻ വന്നിരിക്കുന്നു. ഞാൻ ഹരീഷിനെയാണ് പ്രണയിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ അത്? അഖിൽ ഇടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പ്രേമ നീതുവിനോട് പറഞ്ഞു, നീതു, നിന്റെ ചേട്ടൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓ, എല്ലാം അറിഞ്ഞിട്ടാണോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ വന്നത്? നീതുവിന്റെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞു. നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടോ? വേറൊരാളെ ജീവന് തുല്യ സ്നേഹിക്കും ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അഖിൽ ദേഷ്യപ്പെട്ടു. എടി, മിണ്ടാതിരിക്കാനാ നിന്നോട് പറഞ്ഞത്. അളിയ, നീ ക്ഷമിക്കണം. ഇവൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ഇവൾ തനിയങ്ങ് ശരിയായിക്കോളും. ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നീതു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഹരീഷിനെയാണ് പ്രണയിക്കുന്നത്. ഹരീഷ് ഇപ്പോൾ എന്നെ വിളിച്ചാൽ പോലും ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങി പോകും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഹരീഷിനെ മാത്രമായിരിക്കും. ദയവ് ചെയ്ത് ഇവരുടെ വാക്ക് കേട്ട് എന്നെ കെട്ടാനൊന്നും ആരും നോക്കണ്ട. ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അമ്മ അരികിൽ വന്ന് പ്രേമിനോട് പറഞ്ഞു, മോനെ, അവൾ പറയുന്നതൊന്നും നീ കേൾക്കണ്ട. നീതു പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രേമിനറിയാം. എല്ലാം അറിഞ്ഞിട്ടും നിന്നെ ഇങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായവനാണ് അവൻ. മര്യാദക്ക് അവിടെ ഇരിക്ക്. പറ്റില്ലമ്മേ, എനിക്ക് പറ്റില്ല. നീതു എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ അവളെ വീണ്ടും ബലമായി അവിടെ പിടിച്ചിരുത്തി. അഖിൽ പ്രേമിന്റെ കയ്യിൽ പിടിച്ച് അവനെ ആശ്വസിപ്പിച്ചു. അളിയ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഈ കല്യാണം കഴിഞ്ഞാൽ അവൾ ഇങ്ങനെയൊന്നും പെരുമാറില്ല. എങ്ങനെയെങ്കിലും ഇത് നടക്കണം, പ്ലീസ്. ഈ സമയം പ്രേമിന്റെയും അഖിലിന്റെയും ബന്ധുക്കൾ പലവിധ ഗിഫ്റ്റുകളായി മണ്ഡപത്തിലേക്ക് വരികയായിരുന്നു. അവരെ കണ്ടപ്പോൾ നീതുവിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ഓ, അപ്പോൾ ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണല്ലേ? എല്ലാവരെയും വിളിച്ചു കൂട്ടിയതാണല്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. ഇവിടുന്ന് എഴുന്നേൽക്കാൻ നിനക്ക് പറ്റില്ലടി. ഈ കല്യാണം ഇന്ന് തന്നെ നടക്കും. അമ്മ തിരുമേനിയെ നോക്കിയിട്ട് തിടുക്കം കൂട്ടി. തിരുമേനി പെട്ടെന്ന് തന്നെ ആ മന്ത്രങ്ങൾ ചൊല്ലി താലി എടുത്തു കൊടുക്ക്. നീതു തിരുമേനിയെ നോക്കി വിളിച്ചു പറഞ്ഞു, തിരുമേനി, നിങ്ങൾക്കെന്താ വിവരമില്ലേ? ഇവിടെ ഒരു പെൺകുട്ടി എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്നിട്ടാണോ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നത്? തിരുമേനി മന്ത്രം ചൊല്ലുന്നതൊന്നും നിർത്തി ദേഷ്യത്തോടു കൂടി നീതുവിനെ നോക്കി. അമ്മ വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തി. ഇരിക്കടി അവിടെ, മിണ്ടി പോകരുത്. നീതു അവിടെയുണ്ടായിരുന്ന ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ നോക്കിക്കൊണ്ട് കൈ കൂപ്പിക്കരഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ഹരീഷിനെയാണ് പ്രണയിക്കുന്നത് എന്ന്. ഇവരെന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്. എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കാൻ നോക്കുവാണ്. ആരെങ്കിലും ഒന്ന് എതിർക്കൂ, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പറയൂ. ചേട്ടാ, ദയവ് ചെയ്ത് എനിക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് ഹരീഷിനെയാണ് ഇഷ്ടം. ദയവ് ചെയ്ത് ഈ കല്യാണം നടത്തരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണ് കാണുന്നില്ലേ? അമ്മ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടി, നീ എത്ര ബഹളം വെച്ചിട്ടും നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരെങ്കിലും വന്നോടി? എല്ലാവരും ഞങ്ങളെ കൂടെയാണ്. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മര്യാദയ്ക്കൂടെ ഇരുന്നോളണം. നീതു പ്രേമിനെ നോക്കി പല്ലിരുമ്പി. നിങ്ങൾ എല്ലാവരും ചത്താലും ഞാൻ ഇവനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് എന്റെ കഴുത്തൊരിക്കലും നീട്ടിക്കൊടുക്കില്ല. ഞാൻ ഹരീഷിനെയാണ് പ്രണയിക്കുന്നത് എന്ന് നിന്റെ ആ മണ്ടൻ തലക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നീ എന്റെ അടുത്തിരിക്കുന്നത് ഹരീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവൻ കൊന്നുകളയും. മര്യാദക്ക് എഴുന്നേറ്റ് പോടാ ഇവിടുന്ന്. പ്രേം ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നീതു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്ക്. ഇത്രക്ക് വൃത്തികെട്ടവനാണോടാ നീ? നീതു ചോദിച്ചു. ഒരു പെണ്ണ് മറ്റൊരാളെ പ്രണയിക്കുന്നത് എന്ന് പരസ്യമായി പറയുന്നു. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോടാ? ഇതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധി നിനക്കില്ലേ? എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, പ്രേം പറഞ്ഞു. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുമെങ്കിൽ നീ പോയിട്ട് വല്ല മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ നോക്ക്. അല്ലാതെ എന്തിനാടാ എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത്? നീതു ആക്രോശിച്ചു. അമ്മ തിരുമേനിയോട് വീണ്ടും ആവശ്യപ്പെട്ടു. തിരുമേനി, ആ താലി എടുത്ത് പെട്ടെന്ന് കൊടുക്ക്. തിരുമേനി പൂജിച്ച് ആ ഒരു താലി പ്രേമിന്റെ കയ്യിലേക്ക് കൊടുത്തു. പ്രേം വലിയ സന്തോഷത്തോടു കൂടി ആ ഒരു താലി വാങ്ങി നീതുവിന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി. ചന്ദ്രയും അമ്മയും അഖിലൊക്കെ ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പ്രേമിന്റെ കൈകൾ തന്റെ കഴുത്തിന് നേരെ വരുന്നത് കണ്ടപ്പോൾ നീതു ഭയത്തോടെയും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ അവൾ വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ ഒരു വലിയ നുണങ്ങ് ക്ഷേത്രമുറ്റത്ത് വെച്ച് വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രഗ്നന്റ് ആണ്. നീതുവിന്റെ ആ ഒരൊറ്റ വിളി കേട്ടപ്പോൾ ക്ഷേത്രമുറ്റത്ത് നിന്ന് വലിയൊരു നിശബ്ദത പടർന്നു. തിരുമേനിയുടെ കൈയിലെ മന്ത്രകോടി അങ്ങ് താഴേക്ക് വീണു. പ്രേമിന്റെ കൈകൾ വായുവിലങ്ങ് നിശ്ചലമായി. ബന്ധുക്കളും നാട്ടുകാരും പരസ്പരം നോക്കി നിന്നു. നീതു പ്രേമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു താലിമാല ബലമായി വാങ്ങിച്ച് ദൂരത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. തന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും ഹാരങ്ങളും ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ് അവൾ ദേഷ്യത്തോട് പ്രേമിനെ നോക്കി മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റു. അമ്മ ആകെ വിളറി വെളുത്തിങ്ങനെ ടെൻഷൻ അടിച്ച് ചുറ്റുമുള്ളവരോട് പറയുന്നുണ്ട്, അയ്യോ, നുണയാണ്, ഇവൾ പറയുന്നതൊക്കെ നുണയാണ്, ആരും ഇത് വിശ്വസിക്കരുത്. കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഇവൾ പച്ചക്കള്ളം പറയുന്നതാണ്. അല്ല, ഞാൻ നുണയൊന്നുമല്ല പറയുന്നത്, ഞാൻ പറയുന്നതൊക്കെ സത്യാണമ്മേ. നീതു ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ഞാനിപ്പോൾ 2 മാസം പ്രഗ്നന്റ് ആണ്. ഈ കാര്യം ഹരീഷിനും അറിയാം. സുഭാഷേട്ടനും കല്യാണം കഴിഞ്ഞാൽ എന്നെ ഉടനെ തന്നെ കല്യാണം കഴിക്കാമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പറഞ്ഞാൽ വലിയ വഴക്കാവുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ആരോടും പറയാതിരുന്നത്.
അമ്മ അലറിക്കരഞ്ഞു. നിർത്തടി മഹാഭാവി, കല്യാണം കഴിക്കാൻ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? മോനെ പ്രേമ, ഇവൾ പറയുന്നത് നീ കാര്യമാക്കണ്ട. മോൻ വന്നിരിക്ക്, നമുക്ക് കല്യാണം നടത്താം. ചന്ദ്രൻ തകർന്നുപോയ ശബ്ദത്തിൽ മകളെ നോക്കി. മോളെ നീതു, നീ ഇത് നിന്റെ ജീവിതത്തിന്റെ കാര്യമാണ്. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഹാ, അതുതന്നെയാണ് അച്ഛാ ഞാനും പറയുന്നത്. എന്റെ ജീവിതത്തിന്റെ കാര്യമാണ്. നീതു വിട്ടുകൊടുത്തില്ല. അച്ഛന് സംശയമുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പം അറിയാലോ ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന്. ഞാൻ വീട്ടിൽ വെച്ച് 4 തവണ ടെസ്റ്റ് ചെയ്തതാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. നിങ്ങളുടെ ഈ തടിമാടത്തെ പോലെ മകനോട് പറഞ്ഞിട്ട് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ. ഇവിടെ വെച്ച് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെയെങ്കിൽ എൻ്റെ ഫോണിൽ ഹരീഷിന്റെ നമ്പർ ഉണ്ട്. അവനെ വിളിച്ച് ചോദിക്ക് ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന്. അവൻ പറയും ഹരീഷിന്റെ കുഞ്ഞാണ് ഇപ്പോൾ എൻ്റെ വയറ്റിൽ വളർന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അഖിൽ ആകെ നാണം കെട്ട് പ്രേമിനോട് പറയുന്നുണ്ട്. അളിയ, ഇവൾ പറയുന്നതൊക്കെ പച്ചക്കള്ളാണ്. ഇവളെ നീ വിശ്വസിക്കരുത്. ഇവൾ ഈ കല്യാണം കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയുന്നതാ. എന്ത് കള്ളമാണെന്നോ? നീതു അഖിലിനെ നോക്കി ചോദിച്ചു. ഏതെങ്കിലും ഒരു പെൺകുട്ടി സ്വന്തം മാനത്തെ ബാധിക്കുന്ന ഇങ്ങനൊരു കാര്യത്തിൽ കള്ളം പറയോ? ഞാൻ പ്രഗ്നന്റ് ആണ്. ഹരീഷ് എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛനാണ്. അമ്മ തലയിൽ കൈവച്ച് കരഞ്ഞു. നാണമില്ലേടി നിനക്കിങ്ങനെ അമ്പലത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രഗ്നന്റ് ആണെന്നൊക്കെ വിളിച്ചു പറയാൻ, അതും കല്യാണം കഴിയാതെ? എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്. ഹരീഷിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളർന്നത്. അതിന് എനിക്ക് പറയാൻ എന്തിനാ ഞാൻ നാണിക്കുന്നത്? നീതു ചോദിച്ചു. ഈ സത്യം ഞാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞില്ല എങ്കിൽ ഈ പ്രേമേട്ടന്റെ ജീവിതം എന്തായിരിക്കും? അയാളുടെ ജീവിതം ഞാൻ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കണോ? ദേ നോക്ക്, ഞാൻ പ്രഗ്നന്റ് ആണ്. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. വന്ന് താലി കെട്ട്. പ്രേമ അന്നേരം ആകെ തകർന്നിങ്ങനെ മിണ്ടാതിരുന്നു. അഖിൽ വീണ്ടും അവനെ നിർബന്ധിച്ചു. അളിയ, അവളെ വിശ്വസിക്കരുത്. പ്രേം അഖിലിന്റെ കൈയൊക്കെ തട്ടിമാറ്റി ദേഷ്യത്തോട് പറഞ്ഞു. അഖിലെ, നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോടാ. അളിയ, ഞാൻ പറയുന്നതൊന്നും കേൾക്ക്. അങ്ങനെയൊന്നും ഇല്ലടാ. അഖിൽ കെഞ്ചി. അപ്പോഴേക്കും പ്രേമിന്റെ സുഹൃത്ത് മുന്നോട്ട് വന്നു. എടാ അഖിലെ, ഇതൊക്കെ വലിയ തെറ്റാണ്. അവൾ മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും നിനക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാമെന്ന് കരുതിയിട്ടാണ് പ്രേം ഇതിനെ സമ്മതിച്ചത്. പക്ഷേ അവൾ പ്രഗ്നന്റ് എന്ന കാര്യം നീ ഒരിക്കലും ഞങ്ങളോട് ഒളിച്ചു വെച്ചല്ലോടാ. അവന് വേണ്ടി റിസ്ക് എടുക്കാൻ നോക്കിയപ്പോൾ നീ അവനെ ചതിക്കുമായിരുന്നില്ലടാ. വാടാ പ്രേമ, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ പോവാണ്. പ്രേമ ദേഷ്യത്തോടെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി നടന്നു. അവന് പിന്നാലെ അവന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ നിന്നും പോയി. അളിയ, പ്രേമ ഒന്ന് നിക്കട എന്ന് വിളിച്ച് അഖിൽ അവരുടെ പിന്നാലോടി. അമ്മ ക്ഷേത്രമുറ്റത്തിരുന്ന് നെഞ്ചത്തടിച്ചു കരഞ്ഞു. എടി മഹാഭാവി, നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചില്ലോടി. എന്തിനാടി നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ചന്ദ്രൻ ആകെ തളർന്നു വിലക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ക്ഷേത്രത്തിൽ വെച്ച് ഇനി ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കണ്ട. വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് ബാക്കി സംസാരിക്കാം. വീട്ടിലേക്ക് എത്തിയ നീതു കട്ടിലിൽ വന്നിരുന്നു. അവളുടെ മുന്നിലേക്ക് അമ്മ വന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ചന്ദ്രൻ കസേരയിൽ തന്നെ തലയിൽ ഇങ്ങനെ കൈവച്ച് ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. അഖിൽ ദേഷ്യം സഹിക്കാനാവാതെ മുറിയുടെ ഒരു വശത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കടുത്ത നിശബ്ദയും വിഷാദവും പടർന്നു കിടന്നു. അമ്മ കരച്ചിനിടയിൽ നീതുവിനെ നോക്കി ശാപവാക്കുകൾ ചൊരിഞ്ഞു. എടി, നീ ഇങ്ങനെ ചെയ്തല്ലോടി. ആ റൗഡിയെ നീ ഇനി കാണരുത്. എത്ര തവണ നിന്നോട് പറഞ്ഞതാ. എന്നിട്ടും നീ അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാണോ? പറയാൻ നിനക്ക് നാണമില്ലടി. കല്യാണം പോലും കഴിക്കാതെ ഈ 21ാമത്തെ വയസ്സിൽ നീ പ്രഗ്നന്റ് ആയെന്നോ? നാളെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഇതറിയുമ്പോൾ ഞങ്ങളുടെ മാനം എവിടെ പോവും? ആ മനുഷ്യനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അമ്മ ചന്ദ്രനെ ചൂണ്ടിക്കരഞ്ഞു. നീതു ഒന്നും മിണ്ടാതെ വളരെ വിഷമത്തോടുകൂടി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി ജീവിച്ച തന്റെ അച്ഛനെ താൻ തളർത്തിക്കളഞ്ഞു എന്ന ബോധം അവളുടെ ഉള്ളിൽ ഒരു സങ്കടം നിറച്ചു. അവൾ പതുക്കെ ചന്ദ്രന്റെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു. അച്ഛ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചന്ദ്രൻ ദേഷ്യത്തോടെയും വെറുപ്പോടെയും അവളുടെ കൈയങ്ങ് തട്ടിമാറ്റി തിരിഞ്ഞു. അത് നീന്തുവിന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞിരുന്നു. അഖിൽ മുന്നോട്ട് വന്നു. പോയി, എല്ലാം പോയി. എൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് ഞാൻ പൂർണ്ണമായും അപമാനിതനായി. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് പ്രേം ഇവളെ കല്യാണം കഴിക്കാൻ തയ്യാറായത്. അവന്റെ ഇഷ്ടത്തിനാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? നീതു അഖിലിനോട് ചോദിച്ചു. എനിക്കൊരു ഇഷ്ടമുണ്ടാവേണ്ടേ? നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അമ്മ പെട്ടെന്ന് കരച്ചിൽ നിർത്തി നീതുവിന്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി. സത്യം പറയടി നീതു, നീ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വെച്ച് പറഞ്ഞതാണോ? അതോ ശരിക്കും നീ പ്രഗ്നന്റ് ആണോ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ നീതുവിന്റെ ഉള്ളിൽ ഒരു മിന്നലങ്ങ് പാഞ്ഞുപോയി. അവൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. സത്യം ഒരിക്കലും പറയരുത്. ഞാൻ കള്ളമാണ് പറഞ്ഞത് എന്നറിഞ്ഞാൽ ഇവർ വീണ്ടും എന്നെ നിർബന്ധിച്ച് ആ പ്രേമിയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കും. ഹരീഷ് ഇപ്പൊ നാട്ടിലില്ല. ഹരീഷ് തിരിച്ചു വരുന്നതുവരെ ഈ നുണ എനിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തല്ലേ പറ്റുള്ളൂ. എങ്ങനെയൊക്കെ ചോദിച്ചാലും സത്യം പറയരുത്. സത്യം പറയടി. അമ്മ വീണ്ടും ആക്രോശിച്ചു. അതേ അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പ്രഗ്നന്റ് ആണ്. നീതു പച്ചക്കള്ളമങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. എൻ്റെ ഹരീഷ് എന്നെ ചതിക്കില്ല. അവൻ തിരിച്ചു വന്ന ഉറപ്പായിട്ടും എന്നെ കല്യാണം കഴിച്ചോളും. അഖിൽ പല്ലിറുമ്പിക്കൊണ്ട് ഹരീഷ് 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 അവന്റെ പേര് ഇനി വീട്ടിൽ പോലും കേട്ടുപോകരുത്. ഒരൊറ്റ ചവിട്ടങ്ങ് തന്നാലുണ്ടല്ലോ ഞാന്. അഖിൽ അവളെ തല്ലാൻ വേണ്ടിയിട്ട് ആഞ്ഞപ്പോൾ ചന്ദ്രൻ വീണ്ടും തടഞ്ഞു. മാറി നിൽക്കടാ അങ്ങോട്ടേക്ക്. ചന്ദ്രൻ കരയുന്നത് കണ്ട് അമ്മ നീതുവിനോട് പറഞ്ഞു. നീ ആ മനുഷ്യനൊന്ന് നോക്ക്.
ഇനി നാട്ടുകാരുടെ മുഖത്തൊക്കെ ആ മനുഷ്യൻ എങ്ങനെ നോക്കും? നാട്ടുകാർ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛന്റെ മറുപടി എന്തായിരിക്കും? ഒരേ ഒരു മകളല്ലേ ഉള്ളത്, അവളെ മര്യാദക്ക് വളർത്താൻ കഴിവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരൊക്കെ ചോദിക്കില്ലേ? എടി മഹാപാപി, ഇങ്ങനെയൊക്കെ ചെയ്തല്ലോടി നീ. ഇനി നീ വിചാരിച്ചാൽ പോലും നിന്റെ ജീവിതം പഴയതുപോലെയൊന്നും ആവില്ല. നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചു. ഇനി നിനക്ക് ഈ നാട്ടിലെ റോഡിലൂടെ അങ്ങനെ ഇറങ്ങി നടക്കാൻ പോലും പറ്റുമോടി? നാട്ടുകാരൊക്കെ നിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. ചന്ദ്രൻ കണ്ണീരോടുകൂടെ നീതുവിനെ നോക്കി. ഞാൻ നിന്നെ അത്രക്കധികം വിശ്വസിച്ചല്ലോടി. നിന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഇന്നേ വരെ എതിര് നിന്നിട്ടില്ല. നീ ചോദിച്ചതെല്ലാം തന്നെ ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നില്ലേ? ഇല്ലാത്ത പണം ഉണ്ടാക്കിയിട്ട് ഞാൻ നിന്നെ പഠിപ്പിച്ചതല്ലേ? എൻ്റെ മകൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ഓട്ടോ ഓടിച്ചതൊക്കെ രാത്രിയും പകലൊക്കെ കഷ്ടപ്പെട്ടിരുന്നത്. ഇതിലും ഭേദം ഞങ്ങൾക്ക് നീ കുറച്ച് വിഷം വാങ്ങിച്ച് ഞങ്ങളോടൊന്നും മരിക്കാൻ പറയായിരുന്നു മോളെ. ഇവൾ ചെയ്ത തെറ്റിലൊക്കെ നമ്മൾ എന്തിനായി ചാകുന്നത്? അമ്മ ചോദിച്ചു. പക്ഷേ ഒന്നുറപ്പാണ്, ഇവൾ ചെയ്ത ഈ ചതിക്ക് ഇവൾ നന്നായിട്ട് തന്നെ അനുഭവിക്കും. അഖിൽ പെട്ടെന്ന് തന്നെ തൻ്റെ ഫോണെടുത്ത് നീതുവിൻ്റെ നേരെ നീട്ടി. എങ്കിൽ ഇപ്പം തന്നെ അവനെ വിളിക്ക്. അവനെ വിളിക്കാനാ പറഞ്ഞത്. എന്തിനാ നീ നോക്കി നിൽക്കുന്നത്? ഹരീഷിനെ വിളിക്ക്. നീതുവിനാകെ ടെൻഷനായി. ഫോൺ വാങ്ങിച്ച് ഹരീഷിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അഖിൽ കൽപ്പിച്ചു. ലൗഡ് സ്പീക്കറിലിട്ടിട്ട് നീതു ഫോൺ സ്പീക്കറിലാക്കി. ഈ സമയത്തന്നെ കുടുംബക്ഷേത്രത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു സദ്യാലയത്തിലിരുന്ന് ഹരീഷും സുഭാഷും സുധീഷും നിധിയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. യാത്രക്കിടെ ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പെട്ടെന്നാണ് ഹരീഷിന്റെ ഫോൺ ബെല്ല് ചെയ്തത്. നീതുവിന്റെ കോള് കണ്ടപ്പോൾ ഹരീഷ് ഭക്ഷണത്തിനിടയിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. സുഭാഷ് അവനെ തടഞ്ഞു. എടാ ഹരീഷെ, ഭക്ഷണം കഴിച്ചിട്ട് പോടാ. ഞാൻ കഴിച്ചു കഴിഞ്ഞു സുഭാഷേട്ടാ, ഹരീഷ് പറഞ്ഞു. സുധീഷ് അവനെ കളിയാക്കി. കഴിച്ചു കഴിഞ്ഞുവെന്നോ? നീ പകുതി പോലും കഴിച്ചില്ലല്ലോടാ. ആരാടാ ഫോണിൽ? നോക്കട്ടെ. ഓ, നീതുവാണോ? അതെ സുധീഷേട്ടാ, നമ്മൾ ക്ഷേത്രത്തിലായിരുന്നപ്പോൾ അവൾ വിളിച്ചിരുന്നു. അപ്പോൾ ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഞാനിപ്പോൾ സംസാരിച്ചിട്ട് വരാം. ഹരീഷ് ഫോണുമായി പുറത്തേക്ക് നടന്നു. നടക്കട്ടെ സുധീഷ് ചിരിച്ചോണ്ട് പറഞ്ഞു. ഹരീഷ് കണ്ണു വെക്കാതെ സുധീഷേട്ടാ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടുകൊണ്ട് സദ്യാലയത്തിൽ നിന്നും പുറത്തേക്കുള്ള ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നിന്നു. അവൻ സന്തോഷത്തോടു കൂടെ ഫോൺ അറ്റൻഡ് ചെയ്തു. നീതു എന്ന് വിളിക്കും. പക്ഷേ മറുതലക്കിൽ നിന്നും കേട്ടത് നീതുവിന്റെ ശബ്ദമായിരുന്നില്ല. കടുത്ത ദേഷ്യത്തോടെയുള്ള അഖിലിന്റെ അലർച്ചയായിരുന്നു. അതേടാ ഹരീഷെ, നീതുവാണ്. ഞാൻ അവളുടെ ചേട്ടനാണ് സംസാരിക്കുന്നത്. നീ എവിടെയാടാ? എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയിട്ട് നീ ഒളിച്ചിരിക്കുന്നത് എവിടെയാടാ? അഖിലിന്റെ ചോദ്യം കേട്ട് ഹരീഷ് ശരിക്കും അങ്ങ് തറച്ചുപോയി. അവന് എന്തു പറയണമെന്നറിയില്ലാതെ നിന്നു. അഖിൽ വീണ്ടും അലറി. ക്ഷേത്രത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും മുന്നിൽ വെച്ചുകൊണ്ടതിനെ ഇവൾ പ്രഗ്നന്റ് ആണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഹരീഷാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് ഇവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, കൊന്നു കളയാൻ നിന്നെ ഞാൻ. നീ നിന്റെ ഒറിജിനൽ ബുദ്ധി കാണിച്ചല്ലോടാ. നിന്റെ കുടുംബത്തെ സംസ്കാരമാണ് നീ കാണിച്ചത്. മറുപടി പറയടാ ചതിയ. നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? ഫോണിലൂടെയുള്ള അഖിലിന്റെ ആ ഒരു അലർച്ച കേട്ട് ഹരീഷും അപ്പുറത്തുനിന്ന് നീതുവും ഒരുപോലെ തന്നെ ടെൻഷൻ അടിച്ച് നിന്നു. ഹരീഷിനൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ അഖിലിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഫോൺ അങ്ങ് ബലമായി വാങ്ങിച്ച് കട്ട് ചെയ്തു. അമ്മ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? അഖിൽ ദേഷ്യപ്പെട്ടു. നീ എന്തിനാടാ ആ റൗഡിയോട് സംസാരിക്കുന്നത്? അവന് ഒന്നാം തന്നെ നമ്പർ 1 റൗഡിയാണ്. അവന്റെ ചേട്ടനുണ്ടല്ലോ സുഭാഷ്, അവൻ നാട്ടിൽ വലിയ യോഗ്യനായിട്ടാണല്ലോ സംസാരിച്ചിട്ടുള്ളത്. അവനെ വിളിക്ക്, അമ്മ പറഞ്ഞു. അഖിൽ ഫോൺ വീണ്ടും നീതുവിന്റെ നേരെ നീട്ടി. വിളിക്കടി അവന്റെ ചേട്ടനെ. നീതു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരെയൊക്കെ എന്തിനാ വിളിക്കുന്നത്? എന്റെ കയ്യിൽ അവരുടെയൊന്നും നമ്പറില്ല. അവൾ അഭിനയിക്കുന്നത് കണ്ടില്ലേ? നമ്പർ ഇല്ലത്രേ. അമ്മ പരിഹസിച്ചു. നിന്റെ കയ്യിൽ നമ്പർ ഇല്ലെങ്കിലും എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. അതേസമയം മറുതലക്കൽ ഹരീഷ് ഫോൺ കട്ടായതുപോലും അറിയാതെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അവന്റെ മനസ്സാകെ വട്ടായതുപോലെ തോന്നി. പ്രഗ്നന്റോ? നീതു പ്രഗ്നന്റോ? അങ്ങനെയൊന്നും സംഭവിക്കാനൊരു സാധ്യതയുമില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തിനാ അവൾ ഫോണിൽ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? അവൻ സ്വയം ഇങ്ങനെ തലയിൽ കൈവച്ച് നിന്നു. നീതുവിന്റെ അമ്മ അകത്തേക്ക് പോയി ഒരു പഴയ ഡയറി എടുത്തുകൊണ്ട് വന്നു. അതിൽ സുഭാഷിന്റെ നമ്പർ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ നമ്പർ അഖിലിന് പറഞ്ഞു കൊടുത്തു. അഖിൽ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു. നീതു മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഭഗവാനെ, ഒരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞ നുണയാണ്. അതിപ്പോൾ പ്രശ്നത്തിന് മുകളിൽ വലിയ വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എങ്കിലും ഞാൻ സത്യം പറയരുത്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്നെ ചതിക്കും. സുഭാഷിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സുഭാഷ് ഫോൺ എടുത്തു നോക്കി. അപരിചിതമായൊരു നമ്പറാണ്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, സുഭാഷാണ്. സുഭാഷ് അല്ലേ സംസാരിക്കുന്നത്? മറുതലക്കൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം, ദേഷ്യം കലർന്ന ശബ്ദം കേട്ടു. അതെ, നിങ്ങൾ ആരാണ്? സുഭാഷ് ചോദിച്ചു. ഞാൻ നീതുവിന്റെ അമ്മയാണ്. സുഭാഷ് മര്യാദയോട് പറഞ്ഞു. പറയൂ അമ്മേ, എന്താ കാര്യം? അമ്മ അലറാൻ തുടങ്ങി. എന്താ അമ്മേന്നോ? നിങ്ങളുടെ കുടുംബം ഒരു മോശപ്പെട്ട കുടുംബമാണെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് വലിയ ക്ലാസ് എടുത്തിരുന്നാണല്ലോ അന്ന്. നിങ്ങളുടെ അനിയന്റെ ഭാര്യ എന്താന്ന് പറഞ്ഞത്? ഹരീഷിനെ പോലെ ഒരു നല്ല പയ്യൻ ഈ നാട്ടിലില്ല എന്നോ? എന്റെ മകൾ നശിച്ചുപോയി സുഭാഷേ. നിങ്ങളുടെ അനിയൻ എന്റെ മകളെ ചതിച്ചു. അമ്മയുടെ ഉറക്കെയുള്ള ഒരു സംസാരം കേട്ട് സദ്യാലയത്തിൽ ഇരുന്ന സുധീഷും നിധിയും നികേഷും എല്ലാവരും സംശയത്തോടു കൂടി സുഭാഷിന്റെ അരികിലേക്ക് വന്നു. സുഭാഷ് പരിഭ്രാന്തിയോടെ ചോദിച്ചു. അമ്മേ, എന്താ സംഭവിച്ചത്? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഹരീഷ് ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവൻ അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ?
അവൻ നേരത്തെ തന്നെ എന്റെ കുടുംബത്തിലെ വലിയൊരു പ്രശ്നമുണ്ടാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അമ്മ വിളിച്ചു പറഞ്ഞു. കല്യാണം കഴിക്കാത്ത പെണ്ണിനെ അവൻ ഗർഭിണിയാക്കിയിരിക്കുകയാണ്. ഇത് കേട്ടതോടുകൂടി സുഭാഷ് അങ്ങ് ഞെട്ടിത്തെറിച്ചു പോയി. അവന്റെ കയ്യിൽ നിന്നും അറിയാതെ ഫോൺ അങ്ങ് താഴേക്ക് വീഴുന്ന പാകത്തിലായിരുന്നു. സുധീഷും അനിയന്മാരും സുഭാഷിന്റെ മുഖത്തെ മാറ്റം കണ്ട് ഭയന്നു. അമ്മ ഫോണിലൂടെ ശാപവാക്കുകൾ തുടരുകയായിരുന്നു. ഇതിനാണോ എന്റെ മോളെ പ്രേമിക്കുന്നതായി അവൻ അഭിനയിച്ചിരിക്കുന്നത്? അതോ അവൾക്ക് അവനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് കരുതിയിട്ട് അവൻ മനഃപൂർവ്വം അവളെ ഗർഭിണിയാക്കിയതാണോ? എടാ സുഭാഷേ, ഇതൊന്നും ഞാൻ വെറുതെ വിടില്ല. കല്യാണം കഴിക്കാത്ത പെണ്ണിനെ ഗർഭിണിയാക്കിയതിന് ഞാൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കും. നിങ്ങളെല്ലാവരെയും ഞാൻ ജയിലിൽ കയറ്റും. എന്റെ കുടുംബം നശിച്ച ഒരാളും ഗുണം പിടിക്കില്ലടാ. നശിച്ചു പോവും നിങ്ങൾ. നിന്റെ അനിയനൊന്നും ഒരിക്കലും നന്നായി വരില്ല. സുഭാഷ് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അമ്മേ, അതൊക്കെ എന്തിനായി പറയുന്നത്? എന്റെ അനിയൻ ഹരീഷ് ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. എനിക്കെന്റെ അനിയന് വിശ്വാസമാണ്. അതേടാ, അവൻ നല്ലവനാണെന്ന് നീ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്ക്. അമ്മ പരിഹസിച്ചു. അവൻ ഒന്നാം തരം നമ്പർ 1 റൗഡിയാണ്. ചതിയനാണവൻ. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അവൻ എന്റെ മകളെ ചതിച്ചല്ലോടാ. അവളെ ഗർഭിണിയാക്കിയിട്ട് അവൻ അവിടെ നിന്നും ഒളിച്ചിരിക്കുകയല്ലേ. അവൻ ഒരിക്കലും ഗുണം വരില്ല. അവൻ നശിച്ചു പോകത്തേയുള്ളൂ. അമ്മ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നീതു ആകെ തകർന്നിങ്ങനെ തല താഴ്ത്തിയിരിക്കാണ്. അമ്മ ഹരീഷിനെ വിളിച്ച് ശപിക്കുന്നത് കേട്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ഇപ്പുറത്ത് സുഭാഷ് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ദൂരത്തേക്ക് നോക്കി നിന്നു. അവന്റെ മുഖത്ത് കടുത്ത ദേഷ്യവും വിഷമവും നിറഞ്ഞു നിന്നു. സുധീഷ് അരികിൽ വന്ന് ചോദിച്ചു. സുഭാഷേട്ട, ആരായിരുന്നു ഫോണിൽ വിളിച്ചത്? എന്താ ഇങ്ങനെയൊക്കെ ടെൻഷനായി നിൽക്കുന്നത്? എന്താ ഉണ്ടായത്? എന്താ സുഭാഷേട്ട, കാര്യം പറയാമെന്ന് നിധിയും പറഞ്ഞു. സുഭാഷ് പതുക്കെ പറഞ്ഞു. നീതുവിന്റെ അമ്മയാ വിളിച്ചത്. നീതുവിന്റെ അമ്മയോ? അവരെന്തിനാ ഇപ്പൊ സുഭാഷേട്ടനെ വിളിക്കുന്നത്? അവരെന്താ പ്രശ്നം? സുധീഷ് ചോദിച്ചു. സുഭാഷ് അനിയന്മാരുടെ മുഖത്തേക്ക് നോക്കി ആ ഇടുത്തി പോലുള്ള സത്യമങ്ങ് വെളിപ്പെടുത്തി. സുധീഷെ, നീതു ഗർഭിണിയാണ്. അത് കേട്ടപ്പോൾ സുധീഷും നിധിയും നികേഷൊക്കെ ഒരുപോലെ അങ്ങ് ഞെട്ടി വിറച്ചുപോയി. അവർക്കതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഹരീഷാടാ അവളുടെ ഗർഭത്തിന് കാരണമെന്ന് പറഞ്ഞ് അവളുടെ അമ്മ ഫോണിലൂടെ എന്നെ ഒരുപാടധികം ശപിച്ചു. സുഭാഷിന്റെ ശബ്ദമിടറി. സുധീഷ് മനസ്സിൽ ചിന്തിച്ചു. ഹരീഷ് ഇങ്ങനെയൊക്കെ ചെയ്യോ? അവൻ ഒരിക്കലും അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ലല്ലോ. ഈ സമയത്തന്നെ പുറത്തുപോയ ഹരീഷാകെ അസ്വസ്ഥനായി സദ്യാലയത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അവൻ സുഭാഷിന്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു. സുഭാഷേട്ടാ, നീതുവിന്റെ വീട്ടിൽ നിന്നും ഹരീഷ് പറഞ്ഞു തീരുന്നതിനു മുൻപ് തന്നെ സുഭാഷ് തന്റെ സർവ്വശക്തിയും എടുത്ത് ഹരീഷിന്റെ കർണക്കുറ്റി നോക്കിയിട്ട് ഒരൊറ്റ അങ്ങ് കൊടുത്തു. ആ ഒരു ശബ്ദം സദ്യാലയത്തിൽ അങ്ങ് മുഴങ്ങിക്കേട്ടു. ഹരീഷ് അടികൊണ്ടങ്ങ് തെറിച്ചുപോയി. സുധീഷും അനിയന്മാരും ഭയത്തോടെ പിറകിലേക്ക് മാറി. ഹരീഷ് തന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അവിശ്വസനീയോട് നോക്കി. സുഭാഷേട്ടാ, എന്നെ നീ ഒരിക്കലും അങ്ങനെ വിളിച്ചു പോകരുത്. സുഭാഷ് അലറി. നിന്നെ പോലും ഒരുത്തൻ എന്നെ ചേട്ടാ എന്ന് വിളിക്കുന്നത് പോലും എനിക്ക് അപമാനമാണ്. നിന്നെ എനിക്ക് എന്ത് വിശ്വാസമുണ്ടായിരുന്നോടാ? നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ അനിയന്മാർ എല്ലാവരും തങ്കന്മാരാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരം തരം താഴ്ന്നൊരു പ്രവൃത്തി നീ ചെയ്തല്ലോടാ. ഇങ്ങനെയാണോടാ നീ നിന്റെ അനിയന്മാരെയൊക്കെ വളർത്തിയത് എന്നൊക്കെ അവളുടെ അമ്മ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് മറുപടിയൊന്നും പറയാനില്ലായിരുന്നു. എനിക്ക് നിന്റെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നു. സുഭാഷിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. എടാ ഹരീഷേ, നിനക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ ചെറിയൊരു പെൺകുട്ടിയല്ലേ. അവളുടെ പഠിത്തം പോലും കഴിഞ്ഞിട്ടില്ല. അവളെ നീ എന്തിനാടാ ഗർഭിണിയാക്കിയത്? സുധീഷ് പതുക്കെ സുഭാഷിന്റെ അരികിലേക്ക് വന്നു. സുഭാഷേട്ടാ, ഒന്ന് ശാന്തനാവൂ. ഹരീഷ് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതൊന്ന് കേട്ടു നോക്കാം. അവൻ എന്തെങ്കിലും പറയട്ടെ. ഇനി എന്താ അവന് പറയാനുള്ളത്? സുഭാഷ് ചോദിച്ചു. ആ നീതു തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് താൻ ഗർഭിണിയാണെന്ന്. ഹരീഷിന്റെ കുഞ്ഞാണ് തന്റെ വയറ്റിൽ വളർന്നതെന്നും ഏതെങ്കിലും ഒരു പെൺകുട്ടി സ്വന്തം മാനത്തെ ബാധിക്കുന്ന ഇങ്ങനെ ഒരു കാര്യം നുണ പറയോ? ആ അമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പോലും പറയാൻ പറ്റില്ല. ഇവന്റെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് നമ്മളെല്ലാവരെയും അകത്താക്കുമെന്നാ അവര് പറയുന്നത്. സുധീഷ് ഹരീഷിന്റെ അരികിലേക്ക് ചെന്നു. എടാ ഹരീഷെ, എന്താ ഇങ്ങനെ ഉണ്ടായത്? സത്യം പറ. ഹരീഷ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അവന് എന്ത് പറയണമെന്നോ എങ്ങനെ സ്വയം ന്യായീകരിക്കണമോ ഒന്നും അറിയില്ലായിരുന്നു. കാരണം നീതു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അവനും അറിയില്ല. ഹരീഷ് മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ സുഭാഷിന്റെ ദേഷ്യം വീണ്ടും കൂടി. അവൻ വീണ്ടും ഹരീഷിനെ തല്ലാൻ വേണ്ടിയിട്ട് കൈയോങ്ങി. സുധീഷ് ഇടയിൽ കയറി സുഭാഷിനെ തടഞ്ഞു. സുഭാഷേട്ടാ, ഞങ്ങൾ സംസാരിക്കല്ലേ. സുഭാഷേട്ടനൊന്ന് ക്ഷമിക്ക്. അവൻ പ്രണയിക്കുന്ന പെണ്ണല്ലേ നീതു. അതുകൊണ്ട് പ്രണയിക്കുന്ന പെണ്ണായ ഇങ്ങനെയൊക്കെ ചെയ്യാമാടോ ഒരു പെണ്ണിനോട്? സുഭാഷ് ചോദിച്ചു. അവിടെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ഇവൻ മനഃപൂർവ്വം അങ്ങനെയൊക്കെ ചെയ്തതാണെന്ന് ആർക്കറിയാം? ഹരീഷ് പെട്ടെന്നിന് തലയുയർത്തി. അങ്ങനെയൊന്നുമില്ല സുഭാഷേട്ടാ. നീ മിണ്ടരുത്. സുഭാഷ് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലടാ. നമ്മുടെ കുടുംബത്തിന്റെ മാനം നീ കളഞ്ഞു. ഈ സമയം നികേഷും സുധീഷും സാഹചര്യം മനസ്സിലാക്കാതെ പതുക്കെ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങുന്നത് കണ്ട് നിധിക്ക് ദേഷ്യം വന്നു. നികേഷെ, സുധീഷെ അവരിങ്ങനെ കണ്ണുരുട്ടി കാണിച്ചു. അവർ പെട്ടെന്ന് ചിരി നിർത്തി. സോറി എന്ന് പറയും. സുഭാഷ് ഹരീഷിനെ നോക്കി അന്തിമമായി പറഞ്ഞു. ദേ നോക്ക്, ഇനി നീ എന്റെ മുഖത്തേക്ക് പോലും നോക്കരുത്. സുഭാഷേട്ട എന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരികയും ചെയ്യരുത്. അത്രയും പറഞ്ഞ് സുഭാഷ് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും സദ്യാലയത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോയി. ഹരീഷ് ആകെ തകർന്ന് അവിടെ ഇരിക്കാണ്. സുധീഷ് പതുക്കെ അവന്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു. എടാ ഹരീഷെ, ഒരു പാവത്തെ പോലെ ഇരുന്നിട്ട് നീ എന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീതുവിന്റെ വീട്ടുകാർ നിനക്ക് കെട്ടിച്ചു തരാൻ നിൽക്കുന്നതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്?
അപ്പോഴേക്കും അകത്ത് നിന്ന് സുഭാഷ് വീണ്ടും പുറത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് ഇപ്പോഴും ദേഷ്യം അടങ്ങിയിരുന്നില്ല. എടാ ഹരീഷേ, നിന്നെ ഞാൻ എങ്ങനെയാണോടെ വളർത്തിയിരിക്കുന്നത്? ഇപ്പൊ തന്നെ നമ്മുടെ വീടിനെ കുറിച്ച് ആ നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറയുന്നത്? ഒരു പെണ്ണിനെ ചതിച്ച് ഗർഭിണിയാക്കിയെന്നുള്ള മോശപ്പേര് കൂടി ഇനി നമ്മുടെ വീടിന് നമ്മുടെ കിളിക്കൂടിന് വേണോടാ? സുഭാഷ് സുധീഷിനെ നോക്കി പറഞ്ഞു. സുധീഷേ, ഇതെങ്ങനെ വിട്ടാലൊന്നും ശരിയാവില്ല. ഇവനെ ഇനി വെറുതെ വിടാനും പാടില്ല. നമ്മൾ നാട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ ഹരീഷിന്റെയും നീതുവിന്റെയും കല്യാണം നടത്തണം. അത് മാത്രമേ ഇനി ഒരു ഏക വഴിയുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സുഭാഷേട്ടാ? സുധീഷ് പറഞ്ഞു. അതെ, പക്ഷേ ഇവൻ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സുഭാഷ് വിഷമത്തോടെ പറഞ്ഞു. സുധീഷ് ഹരീഷിന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചു. ശരി സുഭാഷേട്ടാ. എടാ ഹരീഷേ, നീ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സുഭാഷേട്ടൻ വീണ്ടും ദേഷ്യപ്പെടും. നീ പതുക്കെ ഇവിടെ നിന്ന് മാറി നിൽക്ക്. ഹരീഷിനാണെങ്കിൽ എന്തു പറയണമെന്ന് പോലും അറിയില്ല. ഹരീഷ് കണ്ണു നിറഞ്ഞുകൊണ്ട് സുഭാഷിനെ ഒന്നുകൂടി നോക്കി. സുഭാഷ് മുഖം തിരിച്ചു കളഞ്ഞു. ആകെ തകർന്ന മനസ്സോടെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഹരീഷ് ആ ഒരു ക്ഷേത്രത്തുമുറ്റത്തിൽ നിന്നും ഇരുട്ടത്തേക്ക് നടന്നു. നീതുവിന്റെ ആ ഒരൊറ്റ നുണ കൊണ്ട് രണ്ട് കുടുംബങ്ങളിലുമുണ്ടായ ആ ഒരു കൊടുങ്കാറ്റ് എത്രത്തോളം വലുതാണ് എന്ന് അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.